ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ ഓഫ് സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയുള്ള ഷാബ് സ്കൂൾ പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാഠം പഠിക്കുവാനും ചിന്തിക്കുവാനുമായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് പ്രവചനത്തിൻ്റെ ചില തത്വങ്ങൾ എന്നുള്ളതായ പാഠമായിരുന്നു. ഈ ആഴ്ച നമ്മൾ രണ്ടാമത്തെ പാഠമാണ്, ഉൽപ്പത്തി അടിസ്ഥാനം എന്ന പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പാഠത്തിന് സഹായകമായിട്ടുള്ള വേദഭാഗങ്ങൾ യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 7-8 വാക്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 22-1 മുതൽ 13 വരെയുള്ളതായ ഭാഗങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ളതായ വേദഭാഗം, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ളതായ വേദഭാഗം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ളതായ വേദഭാഗങ്ങളാണ് ഈ ആഴ്ചത്തെ പാഠം തയ്യാറാക്കിയിരിക്കുന്നത്. മനപ്പാഠ വാക്യം: പിറ്റേനാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. പിറ്റേനാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളോട് കൂടിയിരിക്കണമേ. കർത്താവെ, പാഠത്തിലുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് പഠിപ്പാനും ആഴമായി ഗ്രഹിപ്പാനും അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളോട് കൂടിയിരിക്കുകയും അടിയങ്ങളെ വഴി നടത്തുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം പഠിക്കുവാനായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ നിറവിൽ കർത്താവെ, ഞങ്ങൾ ശക്തി പ്രാപിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ അടിയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണം. സകലമാനവും മഹത്വവും പുകഴ്ചയും തിരുമേനിയെടുക്കണം. യേശു മൂലം അടിയങ്ങളുടെ ഭാവങ്ങളെ ക്ഷമിച്ച് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ. നമ്മൾ പ്രവചനങ്ങളെ എങ്ങനെ പഠിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു വരികയാണ്. വെളിപ്പാട് പുസ്തകം പോലുള്ളതായ വേദ പ്രവചനങ്ങളെ, അതിൻ്റെ ആധുനിക വ്യാഖ്യാനങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ അതിലേറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ പുരാതന ആശയം അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള അതിൻ്റെ പുരാതനമായിട്ടുള്ള വേരുകളെ മനസ്സിലാക്കാതെ, അതിൽ തിരിച്ചറിയാതെ പോകുന്നതാണ്. ഉദാഹരണമായി, പഴയ നിയമമായിട്ട് അതെങ്ങനെ ബന്ധിച്ചിരിക്കുന്നു, ഉൽപ്പത്തി പുസ്തകവുമായിട്ട് അതിന് എന്താണ് സാദൃശ്യം എന്നു നാം മനസ്സിലാക്കാതെ പോകുന്നതിലാണ് പ്രശ്നമായിട്ടിരിക്കുന്നത്. സാധാരണയായി ഗ്രന്ഥകാരൻ ഈ പഴയ നിയമ ആശയങ്ങൾ അറിയാമെങ്കിലും തൻ്റെ വായനക്കാർക്ക് അറിയാവുന്നതായ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അറിയാവുന്നതായ ആശയം ഉപയോഗിക്കുന്നു. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവചനം പഠിക്കുമ്പോൾ, വേദപുസ്തകം മുഴുവനും നാം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിന് സദൃശ്യമായിട്ടുള്ള വാക്യങ്ങൾ നാം തിരയുന്നത് ഉചിതമെങ്കിലും അതിന് ഏറ്റവും കാതലായിട്ടുള്ളതായ വാക്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറെ ഉത്തമം. വിശേഷിച്ച് നമ്മുടെ താറുമാറായതായ ലോകത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ മനുഷ്യ ജീവിതം, അതിൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അത് നമ്മൾ ഏറ്റവും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതിൻ്റെ പരമാർത്ഥത ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോഴാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളതായ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ പ്രാരംഭ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വെളിപ്പാടിലുള്ള ചില ആശയങ്ങളെ കുറിച്ചാണ്. വെളിപ്പാടിൽ അനേക ആശയങ്ങളുണ്ട്. എന്നാൽ അതിൽ ചിലത് അത് മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും കുറിച്ചും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നടന്നു വരുന്നതായ സംഘർഷങ്ങളെ കുറിച്ചും നമ്മൾ ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത്.
ശനിയാഴ്ചത്തെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞത്. ഇപ്പൊ അടുത്ത ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇവിടെ ആദ്യ സൂചന എന്ന തത്വം. മിക്കവാറും എല്ലാ സർവകലാശാലയും ഒരു പരിശോധന നടത്തും, അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ നമുക്കുള്ളതായ അറിവിന്റെ ആഴം എത്രയാണെന്ന് അവരെ അളക്കുവാൻ തക്കവണ്ണം ഒരു പരിശോധന സർവേ നടത്തും. അപ്പൊ ആ ഒരു സർവേക്ക് അവര് 101 എന്നുള്ളതായ ആ കോഴ്സിന്റെ നമ്പർ ഇട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സ്പൈസർ കോളേജ് ചെല്ലുമ്പോഴേക്കും നമുക്കവിടെ പ്ലേസ്മെന്റ് ടെസ്റ്റ് നടത്തും. ഇംഗ്ലീഷിൽ പ്ലേസ്മെന്റ് ടെസ്റ്റ് നടത്തിയ ശേഷമാണ് തുടർന്നുള്ളതായ കോഴ്സുകൾ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കൂടിയ നമ്പറിലുള്ളതായ കോഴ്സുകൾ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ പറ്റും. അപ്പോൾ നമ്മൾ വേദം പഠിക്കുമ്പോൾ ഇതുപോലുള്ളതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആദ്യമായി അതിൻ്റെ അടിത്തറ നമ്മൾ പഠിക്കണം. പ്രത്യേകിച്ച് കണക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആദ്യ നിയമം നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രിഗ്നോമെട്രി പഠിക്കുന്നതായ സമയത്ത് അതിൻ്റെ ആദ്യ നിയമങ്ങൾ പഠിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ളതായ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു വിഷയം എടുത്താലും അതിൻ്റെ അടിസ്ഥാന തത്വം പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പരാമർശിച്ച് വേദവിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അവരിതിനൊരു പ്രത്യേക പേര് പറയുന്നത്, അതിനാണ് ആദ്യ പരാമർശ നിയമം എന്ന, അല്ലെങ്കിൽ തത്വം എന്ന് പറയുന്നത്. നമ്മുടെ ദൈവമായ കർത്താവ് തിരുവചനത്തിൽ ഇതുപോലെ ഒരു പ്രത്യേക, അല്ലെങ്കിൽ ഒരു പ്രത്യേക തത്വം വെച്ചിട്ടുണ്ട്. നമ്മുടെ വേദത്തിൽ ആദ്യ പരാമർശ തത്വം, അല്ലെങ്കിൽ നമ്മുടെ അറിവ്, നമുക്ക് വേദത്തിൽ എന്തുമാത്രം ആശയങ്ങൾ നമുക്ക് പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആശയത്തിനനുസരിച്ചാണ്, നമ്മുടെ വേദപുസ്തകത്തിലുള്ള അറിവിനനുസരിച്ചാണ് ദൈവം നമുക്ക് കൂടുതൽ സത്യം നമുക്ക് നൽകുന്നത്. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിൽ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ മരണത്തെ സംബന്ധിച്ച് ഉള്ളതായ ആദ്യ കാലപാഠം നാം പഠിച്ചുവെങ്കിൽ മാത്രമേ തുടർന്നുള്ളതായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഒരു പ്രവചനം പഠിക്കണമെങ്കിൽ അതിൻ്റെ ഓരോ പ്രതീകങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ഒരു ധാരണയുണ്ടായിരിക്കണം. ഓരോ ചിഹ്നങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന വ്യക്തമായ ഒരു ധാരണയില്ലാതെ നമുക്ക് ഉപരിപഠനം നടത്തുവാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞതുപോലെയാണ് കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ മക്കൾക്ക് അറിവുകൾ നൽകുന്നത്, സത്യത്തെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം ദൈവം അവർക്ക് നൽകിയത്. ആദ്യ പരാമർശം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് അറിവ്, ഒരു അടിസ്ഥാന വിശ്വാസം, അല്ലെങ്കിൽ അടിത്തറ, വേദത്തിന് അടിത്തറ ആസ്പദമായിട്ട്, അല്ലെങ്കിൽ വേദപുസ്തക സത്യത്തിന് ആസ്പദമായിട്ടുള്ള അടിത്തറ ആദ്യം നൽകും. തുടർന്ന് നമ്മൾ അതിൽ പ്രാവീണ്യമുള്ളവരായി തീരുമ്പോൾ, അത് നാം പൂർണ്ണമായി ഗ്രഹിച്ചു കഴിയുമ്പോൾ തുടർന്നുള്ളതായ ജ്ഞാനം ദൈവം നൽകും. അങ്ങനെ നമ്മുടെ വേദപുസ്തകത്തിലുള്ള അറിവ് വർദ്ധിക്കും, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഉപദേശങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇന്ന് നമുക്ക് 28 അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് 27 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുൻപേ നമ്മൾ നോക്കുമ്പോൾ 5 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ കാലക്രമേണ തൻ്റെ മക്കൾക്ക് ദൈവജ്ഞാനത്തെ തുറന്ന് നൽകുമ്പോൾ സത്യം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആധുനിക ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ പേരും സത്യത്തെക്കുറിച്ച് സംസാരിക്കാതെ സത്യസന്ധതയെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം സത്യത്തിന് ഒരു കാലത്ത് സത്യമായിരുന്നത് പിൽക്കാലത്ത് എന്തില്ല, സത്യമായി തീരുവാൻ വഴിയില്ല. അതിന് വ്യത്യാസം വരുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് സത്യത്തെ സംശയാസ്പദമായ രീതിയിലാണ് വീക്ഷിക്കുന്നത്. എന്നാൽ ദൈവം തൻ്റെ ജനത്തിന് സത്യത്തെക്കുറിച്ച് വ്യക്തമാക്കുമ്പോൾ അതിൻ്റെ ആശയത്തിനോ അർത്ഥത്തിനോ മാറ്റം വരികയില്ല. മറിച്ച് അർത്ഥത്തിന് കൂടുതൽ വെളിച്ചം പകർന്നു നൽകുകയാണ് ദൈവം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ ദൈവം മാറ്റമില്ലാത്തവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനും മാറ്റം ഇല്ല. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം
അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യെശയ്യാ പ്രവചനം 40-ന്റെ 7ഉം 8ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം പറയുന്നു: യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതെ, ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു എന്ന് അവിടെ കാണും കഴിയും. ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. മലാക്കി പ്രവചനം 3-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഈ പ്രകാരം വായിക്കുന്നു: യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, യഹോവയായ ദൈവം മാറാത്തവനാണ്. ദൈവം ഒരിക്കൽ നമുക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിൽ ദൈവം ഉറച്ചു നിൽക്കും. പക്ഷേ വാഗ്ദത്തത്തിൽ നിന്ന് മാറുന്നത് നമ്മളാണ്. പക്ഷെ ദൈവം ഒരിക്കലും ആ വാഗ്ദത്തത്തിൽ നിന്ന് മാറുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം തൻ്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുന്നവനാണ്, ദൈവം വാക്കു മാറാത്തവനാണ് എന്ന് ദൈവത്തിന്റെ വേദം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അവിടെ നമ്മൾ ഈ പ്രകാരം വായിക്കുന്നു: യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു മാറാത്തവനാണ് എന്ന് ഈ വാക്യങ്ങൾ നാം മനസ്സിലാക്കുന്നു. മുൻപേ പറഞ്ഞു, ദൈവത്തിന്റെ സത്യത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. അതിൻ്റെ അർത്ഥത്തിൽ കൂടുതൽ വെളിച്ചം ദൈവം നമുക്ക് നൽകുകയുള്ളൂ. നമ്മൾ ആഴമായി പഠിക്കും തോറും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രാർത്ഥനയോടുകൂടെ ദൈവവചനം പഠിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സകല സത്യത്തിലും ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തും. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവചനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കുവാൻ കഴിയും. പ്രവചനം പഠിക്കുന്നത് കൊണ്ട് വളരെ വളരെ ഉപയോഗപ്രദമാണ്. പ്രവചനം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വളരെ പ്രയോജനം ചെയ്യും. ഈ പ്രവചനം കൂടുതലായി പഠിക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ വെളിപ്പാട് പുസ്തകം വരെ നല്ലവണ്ണം പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും വേദപുസ്തകത്തിലെ സകല കാര്യങ്ങളെയും കൂടുതലായിട്ട് നമുക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ വേദപുസ്തകത്തിൽ അടിത്തറയിട്ട് പഠിക്കുകയാണെങ്കിൽ ദൈവത്തെ സംശയിക്കുവാനോ ദൈവത്തിലുള്ള വിശ്വാസത്തിന് ഉലച്ചിലുണ്ടാകുവാനോ സാധിക്കുകയില്ല. കാരണം ദൈവ സാന്നിധ്യം നമ്മൾ രുചിച്ചറിഞ്ഞാൽ ഒരിക്കലും ദൈവത്തെ വിട്ടുമാറുവാൻ നമുക്ക് സാധിക്കില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നമ്മെ പിടിച്ചകറ്റുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹത്തെ യഥാർത്ഥമായി രുചിച്ചറിയണം. ദാവീദ് രാജാവ് തൻ്റെ മകനായ ശലോമോൻ ജാനിയോട് പറയുന്നു, യഹോവയായ ദൈവത്തെ രുചിച്ചറിയുവിൻ എന്ന് അവനോട് പറയുകയുണ്ടായി. നമ്മൾ ദൈവത്തെ രുചിച്ചറിഞ്ഞവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനം നാം അനുദിനം പഠിച്ച് വളരുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവസ്നേഹത്തെ മനസ്സിലാക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ദൈവസ്നേഹത്തിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും അളക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഒരു പേനയ്ക്ക് അതിനെ വിവരിക്കുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സ്നേഹം ആഴമേറിയ സ്നേഹമാണ്. അതുകൊണ്ട് നമ്മൾ പാടും, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ദൈവസ്നേഹം അത്രമാത്രം വലുതാണ്. കാരണം മനുഷ്യരാശി പാപ സ്വഭാവത്തിൽ ജീവിക്കുന്നു. ഈ പാപ സ്വഭാവത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവൻ മരണത്തിന് അധീനമായിട്ടുള്ള ശരീരത്തിലാണ് ജീവിക്കുന്നത്. അതിനർത്ഥം അവൻ്റെ അഹങ്കാരവും സ്വാർത്ഥതയും നിമിത്തം
ലോകത്തിൻ്റെ ആ ധാരണ തന്നെ അവൻ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ ഏറ്റവും അധികം വളച്ചൊടിച്ചിരിക്കുന്നത് സ്നേഹമെന്ന ആശയത്തെക്കുറിച്ചാണ്. എന്നാൽ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ വീക്ഷണകോണിലൂടെ നാം അത് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്വാധീനപ്പെടുത്തത്തക്ക രീതിയിൽ, പ്രശംസ പ്രാപിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ളതായ സ്നേഹമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ പ്രശംസ വളർത്തത്തക്ക രീതിയിലുള്ളതായ സ്നേഹ പ്രകടനങ്ങളാണ് നമ്മളിന്ന് ലോകത്തിൽ കാണുന്നത്. അത് യഥാർത്ഥ സ്നേഹമല്ല. എന്നാൽ ദൈവം അതിനെ വീക്ഷിക്കുമ്പോൾ, ദൈവിക രീതിയിൽ അതിനെ വീക്ഷിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കുമെന്ന് നാം ചിന്തിക്കുക. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ദൈവം കാണുന്നുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് നേരായ രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. എലൻ ജി വൈറ്റിൻ്റെ ലേഖനത്തിൽ വൻ പോരാട്ടത്തിൻ്റെ ഒടുക്കമായിട്ട് ദൈവം പ്രപഞ്ചത്തെ മാറ്റിമറയ്ക്കും, പ്രപഞ്ചത്തെ ശുദ്ധി ചെയ്ത സകലത്തെയും പുതിയ ഭൂമിയും പുതിയ ആകാശവുമായി സൃഷ്ടിച്ചു കഴിയുമ്പോൾ അവിടെ സ്നേഹം വസിക്കുന്നതായ, സകലതും യോജിച്ചു പോകുന്നതായ, ദൈവ ആദർശ പ്രകാരമുള്ളതായ ഒരു ഭൂമി രൂപപ്പെടുമെന്ന് ദൈവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ സകല കാര്യങ്ങളും അന്ന് നമുക്ക് തിരിച്ചു പ്രാപിക്കുവാൻ സാധിക്കും. സന്തോഷമുള്ളതായ, സ്നേഹം വസിക്കുന്നതായ, ദൈവസ്നേഹം വിളിച്ചറിയിക്കുന്നതായ ഒരു സന്ദർഭം അന്ന് സംജാതമാകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 13 വരെ വായിക്കുമ്പോഴാണ് സ്നേഹത്തെക്കുറിച്ച് അവിടെ ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത്. ഈ കഥ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? കൂടാതെ ഓരോ വേദപുസ്തകത്തില് ഇതേ ആശയങ്ങൾ നാം കണ്ടുപിടിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. തിരുവചനം നാം പഠിക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം പഠിക്കുമ്പോൾ അതിലെ കാതലായ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ളതായ ആ കരുതലും സ്നേഹത്തെക്കുറിച്ചുമാണ് വേദപുസ്തകം ഉടനീളം നമ്മെ പഠിപ്പിക്കുന്നത്. പാപത്തിൽ നിബന്ധിച്ചു പോയതായ മാനവ ജാതിയെ രക്ഷയിലേക്ക് നയിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം, അങ്ങനെ പാപത്തിൽ ആണ്ടുപോയ മാനവരാശിയെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ സ്നേഹത്തെ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സകല ലോകവും പാപത്തിൽ നിബന്ധിച്ച് രക്ഷയുടെ രക്ഷയുടെ പഴുത് അടഞ്ഞിരിക്കുന്നതായ വേളയിൽ ദൈവം വാഗ്ദത്തം ചെയ്തവനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ദൈവം അവന് തൻ്റെ പ്രവാചകന് പരിചയപ്പെടുത്തുന്നതായ ഒരു ദൃശ്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 3-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ ദാസനായ യോഹന്നാന് യോർദാനിൽ സ്നാനമേൽക്കുവാൻ പോകുന്ന സമയത്ത് ഒരു വെളിപ്പാട് കൊടുത്തു. ആരുടെ മേൽ ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നു അവനാണ്
ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞല്ലെങ്കിൽ മശിഹ എന്ന് അവനോട് പറഞ്ഞു. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 11 ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 22 നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയച്ചു. ആ പുത്രനിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നതായിട്ടുള്ള അശരീരി വാക്കുകളാണ് അവിടെ മൊത്തം കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തെയാണ് നമുക്ക് അവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ലോകത്തോടുള്ളതായ സ്നേഹം അവിടെ ദൈവം പ്രദർശിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സുവിശേഷത്തിലും അല്ലെങ്കിൽ പഴയ നിയമത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവിടെ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അവിടെ അബ്രഹാം പിതാവ് തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം ചെയ്യുവാൻ തക്കവണ്ണം കൊണ്ടുവരുന്നതായ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പിതാവ് തൻ്റെ പുത്രനായ യേശുവിനെ അനേകരുടെ രക്ഷക്കായി യാഗം കഴിക്കുന്നതായ ഒരു സാമ്യം നമുക്ക് കാണുവാൻ കഴിയും. ഇത് തന്നെ നമ്മളെ വെളിപ്പെടുത്തുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിൻ്റെ യാഗവും കർത്താവായ യേശുവിൻ്റെ യാഗത്തോട് സാമ്യമുള്ളതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കിവിടെ പഠിക്കുവാൻ കഴിയുന്നത് മനുഷ്യവർഗത്തോടുള്ളതായ ദൈവത്തിൻ്റെ സ്നേഹത്തെ അത് മുൻകൂട്ടി നമ്മെ അറിയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാമിലൂടെ ദൈവം ചെയ്യുവാനിരിക്കുന്നതായ ആ കാര്യം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പോലെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഇത് മശിഹായുടെ ഒരു പ്രവചനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് നമ്മോടുള്ളതായ നിസ്വാർത്ഥ സ്നേഹം, ആ സ്നേഹം നാം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. നാം മാതൃകാപരമായ ഒരു ജീവിതം നയിക്കണം. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച ദൈവം എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ദൈവത്തെ നാം സ്നേഹിക്കുന്നവരായിരിക്കണം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. അത് ദൈവം പ്രത്യേകമായി പറയും, എൻ്റെ കൽപ്പനകളെ ആചരിക്കുക. അത് ദൈവം പറഞ്ഞിരിക്കുന്നതായ കാര്യം. അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാം ദൈവചിന്തയോടെ ദൈവത്തിൻ്റെ വചനം അതേ ആയിരിക്കുന്നത് പോലെ നാം അനുസരിപ്പാൻ പഠിക്കണം. നമ്മൾ ചൊവ്വാഴത്തെ പാഠത്തേക്ക് കടന്നു വരുമ്പോൾ ഇസഹാക്കിൻ്റെ ചോദ്യം കുഞ്ഞാട് എവിടെ എന്നുള്ളതായ ചോദ്യത്തിലേക്ക് നാം കടന്നു വരികയാണ്. വേദപുസ്തകത്തിൽ ആദ്യമായി സഹ് എന്ന പദം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് എബ്രായ ഭാഷയിൽ കുഞ്ഞാട് എന്ന പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. എബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം കുഞ്ഞാട് എന്ന് പരിചയപ്പെടുത്തുന്നു. സഹ് എന്ന എബ്രായ പദം കുഞ്ഞാട് എന്ന വിവർത്തനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വെളിപാട് പുസ്തകം പരിശോധിക്കുമ്പോൾ ഏകദേശം 20 പ്രാവശ്യമായി ഈ കുഞ്ഞാട് സൂചിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 4ഉം 5ഉം അധ്യായങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറയുന്നതാണ് എന്ന് നമുക്ക് അത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞാടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് കുഞ്ഞാടിൻ്റെ പ്രതിപാദ്യമായിരിക്കുന്ന വാക്ക് വന്നിരിക്കുന്നത്. 22-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനേ എന്ന് പറഞ്ഞു. തീയും വിറകും ഉണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ഇവിടെ ഈ കഥ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. വളരെ കാലം കാത്തിരുന്ന ശേഷം അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്ത സന്തതിയെ കൊടുത്തു. ദൈവം മുമ്പ് അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്ത പ്രകാരം വാഗ്ദത്ത സന്തതി ആയ ഇസഹാക്കിനെ ദൈവം കൊടുത്തുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ ഒരു ദിവസം
ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ പൊന്നോമുന പുത്രനായ ഇസഹാക്കിനെ നീ മോറിയ മലയിൽ കൊണ്ടുവന്ന് യാഗം ചെയ്യണം. വളരെ കാലത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് കാത്തിരുന്ന ശേഷം അവരുടെ വാർദ്ധക്യത്തിൽ ഉണ്ടായ മകനാണ് ഇസഹാക്ക്. ആ പൊന്നോമുന പുത്രനെ മോറിയ മലയിൽ കൊണ്ട് യാഗമായി സമർപ്പിക്കുവാൻ പറയുകയാണ്. അങ്ങനെ അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ടു. കുഞ്ഞിനെ സാറായുടെ കയ്യിൽ നിന്ന് വാങ്ങി മോറിയ മലയിലേക്ക് പോകുകയാണ്. മോറിയ മലയുടെ അടിവാരത്തെത്തിയപ്പോൾ ബാല്യക്കാരന്മാരോട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്ക, ഞങ്ങള് മലയിൽ പോയി ദൈവത്തിന് ആരാധന കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് വിറകെല്ലാം എടുത്ത് ഇസഹാക്കിൻ്റെ തോളിൽ വെച്ച് അവര് മോറിയ മലയ്ക്ക് നടക്കുന്നതായ സമയമാണ് ഇസഹാക്ക് ഈ ചോദ്യം ചോദിക്കുന്നത്. തീയും വിറക് കൊണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിക്കുന്നത്. ഇവിടെ ഈ ആട്ടിൻകുട്ടി അല്ലെങ്കിൽ കുഞ്ഞാട് എന്ന് പറയുന്നത് കർത്താവായ യേശുവിൻ്റെ യാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം യാഗം കഴിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതെല്ലാം ആ യാഗം സൂചിപ്പിച്ചിരുന്നത് കർത്താവായ യേശുവിൻ്റെ കാൽവറി യാഗത്തെയാണ് സൂചിപ്പിച്ചത് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 12 അധ്യായം 3 മുതൽ 13 വരെ നമുക്കവിടെ പെസഹായെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം 5 അധ്യായം 5 മുതൽ 10 വരെ വായിക്കുമ്പോൾ അറക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പരാമർശിച്ചിരിക്കുന്നതായ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാണ്. പാപത്തിൽ നിബന്ധിച്ചു പോയ മാനവരാശിക്ക് കർത്താവായ യേശു ക്രിസ്തു ഒരു പകരക്കാരനാണ് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇസഹാക്കിൻ്റെ ഈ ചോദ്യത്തിന് മറ്റുള്ള 38 പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുന്നു. അതിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ മശിഹായെ കുറിച്ചുള്ള അനേക പ്രവചനങ്ങൾ, കുഞ്ഞാടിനെ കുറിച്ചുള്ളതായ പ്രവചനങ്ങൾ അനേകം നമുക്ക് കാണുവാൻ കഴിയും. കുഞ്ഞാട് എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ തിരുവചനം എന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പ്രവചനങ്ങൾ എന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ പഴയ നിയമത്തിൻ്റെ നിവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാനിലേക്ക് കടന്നു വന്നപ്പോഴാണ് യോഹന്നാൻ പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നത് നമുക്ക് കാണുവാൻ. യോഹന്നാന്റെ സുവിശേഷം 1:29 മുതൽ 34 വരെയുള്ളതായ വേദഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നുവെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവൻ്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇസഹാക്കിൻ്റെ കുഞ്ഞാടെവിടെ എന്നുള്ള ആ ചോദ്യത്തിന് മറുപടിയാണ്. വ്യക്തമായിട്ട് ആ കുഞ്ഞാടിനെ നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയും. ആ കുഞ്ഞാട് മറ്റാരുമായിരുന്നില്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്.
ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ആ ശബ്ദം പ്രിയമുള്ള ദൈവമക്കളെ നമ്മെ പരിചയപ്പെടുത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് ഒരു രക്ഷയുമില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് യേശുവാണ് നമ്മുടെ പകരക്കാരൻ എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമ്മുടെ പാപഭാരങ്ങളുമായി കർത്താവായ യേശുവിന് അരികിലേക്ക് നാം കടന്നു ചെല്ലുക. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും നമ്മെ അവൻ്റെ മക്കളാക്കി തീർക്കുകയും ചെയ്യും. ഇതാ, ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും, സ്വസ്ഥത നൽകും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് കടന്നു വരുമ്പോൾ മരണത്തെ കൈകാര്യം ചെയ്യുന്നു. നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. മരണം ഇന്ന് ലോകത്തിൽ ജനിക്കുന്നതായ എല്ലാവരും മരണത്തെ മുഖാമുഖമായി കാണുന്നവരാണ്. മരണം നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്നതായ ഒരു ശത്രുവാണ്. അപ്പോൾ ഈ മരണത്തിന് അധീനമായിട്ടുള്ള ശരീരത്തിൽ നാം ജീവിക്കുന്നു. ഇതിൽ നിന്ന് നമ്മെ ആരാണ് രക്ഷിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ നമ്മെ ആർക്കും രക്ഷിക്കുവാൻ കഴിയില്ല. നമ്മുടെ ദൈവത്തിനല്ലാതെ നമുക്ക് നിത്യജീവൻ നൽകുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മുടെ ജീവശ്വാസം കൈവഴിയായുള്ളത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ രക്ഷിതാവായ ദൈവത്തെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിൽ നിന്ന് നാം അകന്നു പോകുമ്പോൾ നാം മരണത്തിലേക്ക് നിബന്ധിച്ചു പോകുകയാണ്. നാം പാപം ചെയ്തപ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ട അന്ധകാരത്തിൽ അമർന്നു പോയവരാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അങ്ങനെയുള്ള നാം ഓരോരുത്തരും ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താലാണ്. പ്രപഞ്ചത്തിൻ്റെ ജീവന്റെ ഏക ഉറവിടം കർത്താവായ യേശുവാണ്. അല്ലെങ്കിൽ നമ്മെ നിർമ്മിച്ചവനായ ദൈവമാണ്. അപ്പോൾ മരണത്തിൻ്റെ പരിഹാരം യേശുവാണ്. യേശുവിൻ്റെ മരണവും ഉയർപ്പും അത് തെളിയിച്ചിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ മരണത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ലോകത്തിൽ മരണത്തെക്കുറിച്ചുള്ളതായ ആദ്യ പരാമർശം, അത് നടന്ന കാര്യവും പ്രവചനം പഠിക്കുമ്പോൾ അതിൻ്റെ ഭീകരത എന്തുമാത്രമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഈ പ്രശ്നങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ പരിഹാരം മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 17 വരെ എന്ന് പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 17 വരെ എന്ന് പഠിക്കുമ്പോൾ അവിടെ നാം മനസ്സിലാക്കുന്നത് എന്താണ് മരണത്തിന് കാരണമായി തീർന്നത്. അവിടെ മരണത്തിന്റെ ആദ്യ പരാമർശം 2-ാം അധ്യായം 15 കാണുന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. ആദ്യമായിട്ട് മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2-ാം അധ്യായം 15-ാം വാക്യത്തിലാണ്. 2-ാം അധ്യായം 15 മുതൽ 17 വാക്യങ്ങളിൽ വായിക്കുമ്പോഴാണ് നമുക്ക് ഇത് കാണുവാൻ സാധിക്കുന്നത്. മരണം എന്ന് പറയുന്നത് എന്താണ്? മരണം എങ്ങനെയാണ് ഉത്ഭവിച്ചത്? അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നാം പഠിക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം
നാം പഠിച്ചേ മതിയാവും. ദൈവം മനുഷ്യനെ നിലത്തെ പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയും. അങ്ങനെ ജീവനുള്ള ദേഹിയായ മനുഷ്യന് വേണ്ടി ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ആ തോട്ടം കാപ്പാൻ ദൈവം മനുഷ്യനെ അവിടെയാക്കി. ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ സകല വൃക്ഷഫലവും നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിപ്പാൻ തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. അവരെ നിർമ്മിതാവായ ദൈവം, അവരെ സൃഷ്ടിച്ച ദൈവം, അവരുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയ ദൈവം അവരോട് കൽപ്പിച്ചു, നിങ്ങൾ മരിക്കാതിരിപ്പാൻ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷഫലം തിന്നരുത്. പക്ഷെ മനുഷ്യൻ അവന്റെ സൃഷ്ടിതാവിന്റെ വാക്കല്ല കേട്ടത്. ഉപായിയായ ചതിയനായ സാത്താന്റെ വാക്കാണ് അവൻ കേട്ടത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ അനന്തരഫലമായി മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വണ്ണമാണ്: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഏകന്റെ ലംഘനം മൂലം ആണ് പാപമുണ്ടായത്, പാപത്തിന്റെ ഫലം മൂലമാണ് മരണമുണ്ടായത് എന്ന്, ഏകന്റെ ലംഘനം മൂലം അല്ലെങ്കിൽ ഏകന്റെ പാപം മൂലം മരണമുണ്ടായെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പാപം ഭൂമിയിൽ ആദ്യമായി ഏദൻ തോട്ടത്തിലാണ് ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആദ്യത്തെ പാപം സ്വർഗത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഭൂമിയിൽ ആദ്യമായി ഏദൻ തോട്ടത്തിൽ പാപം ഉത്ഭവിച്ചു എന്ന് നമ്മൾ വായിക്കും. ആദാമിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ അവരാദ്യമായിട്ട് മരണത്തെ അഭിമുഖീകരിച്ചു. സാധാരണയായി മാതാപിതാക്കൾ ആദ്യമായി മരിക്കും, എന്നാൽ കുഞ്ഞുങ്ങൾ ആദ്യമായി മരിക്കുന്നത് അത് സ്വാഭാവികമല്ല, അത് നീതിക്ക് യോജിച്ചതല്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അനീതിപരമായിട്ടുള്ള മരണത്തെയാണ്. ഈ മരണം എന്ന് പറയുന്നത് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമല്ല, അത് ഒരു കയ്യേറ്റക്കാരന്റെ പരിപാടിയാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞതായ ഒരു ദൂതൻ മൂലം ഉണ്ടായതായ ഒരു കാര്യമാണ് മരണം. കാരണം ദൈവത്തിന്റെ വഴികളിൽ നാം അനുസരിച്ച് ജീവിച്ചാൽ മരണം ഉണ്ടാകയില്ല. മറിച്ച് ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി പോയത് കൊണ്ടാണ് മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചത്. കർത്താവായ യേശു ക്രിസ്തു ഈ വണ്ണം പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരണം കാണുകയില്ല. എന്നിൽ വിശ്വസിച്ച് മരിച്ചവൻ എന്ത് ചെയ്യും? വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ഈ രണ്ട് കാര്യങ്ങളും യേശു ക്രിസ്തു അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആദാമും ഹവ്വയും ആദ്യമായിട്ട് അവിടെ മക്കളുടെ മരണം അല്ലെങ്കിൽ അവരുടെ മകന്റെ മരണം കാണുവാൻ ഇടയായത്. ദുഷ്ടനായിരുന്നതായ കായീൻ മൂലം നീതിമാനായ ആബേൽ കൊല്ലപ്പെട്ടു. അതിന്റെ വേദന അവർ ആദ്യമായിട്ട് അനുഭവിക്കേണ്ടതായി വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോ പാപം മൂലം ഉണ്ടായതായ മരണമെന്ന ശത്രു അത് ഇടയ്ക്ക് കയറിക്കൂടിയതായ ഒരുവനാണ് എന്ന്, ഒരു ശത്രുവാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് എത്ര വേദനകരമായിട്ടുള്ള, എത്ര ദുഃഖകരമായിട്ടുള്ളതായ ഒരു അവസ്ഥയാണ് മരണം. നാം സ്നേഹിക്കുന്നവർ നമ്മെ വിട്ട് പോകുന്നു. അപ്പോൾ നാം പ്രതീക്ഷിക്കാതെ നമ്മെ വിട്ടു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് അത് വേദനയായി തീരുന്നു. എന്നാൽ സ്നേഹനിധിയായ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ വളരെയേറെ കരുതുന്നവനായിരുന്നു. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അതാ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മരണത്തിന് വിട്ടുകൊടുക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. തലസ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തു നീതിക്ക് യോഗ്യമല്ലാത്തതായ മരണം വരിക്കേണ്ടതായിട്ട് വന്നു. അതാണ് മനുഷ്യരാശി പാപം ചെയ്തതിൻ്റെ അനന്തരഫലം. ഇവിടെ നമുക്ക് കാണാം, ആബേലിന്റെ മരണവും യേശു ക്രിസ്തുവിന്റെ മരണവും നീതിക്ക് യോജിച്ചതല്ലായിരുന്നു. മറിച്ച് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നോക്കുക, മനുഷ്യൻ വരുത്തി വെച്ചതായ പാപത്തിന്റെ അനന്തരഫലമാണ് സ്നേഹനിധിയായ ദൈവത്തിന്റെ പുത്രൻ മരിക്കേണ്ടതായ ഒരു നിലയിൽ എത്തിച്ചേർന്നത്.
മനുഷ്യനെ വേണമെങ്കിൽ ദൈവത്തിന് ആ രീതിയിൽ തന്നെ വിടാമായിരുന്നു. അവന്റെ സ്ഥാനത്ത് വേറെ മനുഷ്യരെ ദൈവത്തിന് ഉണ്ടാക്കാമായിരുന്നു. ദൈവം അത് ചെയ്തില്ല. കാരണം ദൈവം സ്നേഹമുള്ളവനായിരുന്നു. തൻ്റെ സൃഷ്ടിയോട് ദൈവത്തിന് സ്നേഹമുണ്ട് എന്ന് അവിടെ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ക്രൂശിലെ സ്നേഹത്തിൽ സാത്താൻ എന്നേക്കുമായി പരാജയപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ ക്രൂശാണ് ഇന്ന് നമുക്ക് ആശ്രയമായി തീരുന്നത്. മരണത്തിനപ്പുറത്തുള്ളതായ പ്രത്യാശ നമുക്ക് നൽകുന്നത് ഈ ക്രൂശാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ഇന്ന് നമുക്കായി ജീവിക്കുന്നു എന്നുള്ളതായ ആ പ്രത്യാശ നമ്മൾ ഇരിക്കുമ്പോൾ തീർച്ചയായും നാം കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നാമും യേശുവിനെ പോലെ ഉയർക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 19 വരെ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ പ്രത്യാശയാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 15 മുതൽ 19 വരെ നാം വായിക്കുമ്പോൾ, മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന്റെ കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു. 1:18, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമുക്കായി പിതാവിനോടുകൂടെ ജീവിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അത് വ്യക്തമായിട്ട് നമ്മെ മനസ്സിലാക്കുന്നത്, കർത്താവിൽ മരിച്ചാൽ തീർച്ചയായും നാം ഉയർക്കും എന്നുള്ളതായ ഒരു വാഗ്ദത്തം. കർത്താവിൽ മരിച്ചാൽ നാം വീണ്ടും ഉയർക്കും എന്നുള്ള വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതിങ്ങനെ ദൈവം മരണത്തിൻ്റെ പ്രശ്നത്തെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ പരിഹാരം വരുത്തിയിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. പൈശാചികന്റെ സകല സംവാദങ്ങളും അവിടെ തകർന്ന് ഇല്ലാതായി തീർന്നതായ ആ ചിത്രം നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയും. നമ്മൾ വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സർപ്പം. വെളിപ്പാട് പുസ്തകത്തിന്റെ കാതലായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ആരാധനയാണ്. സത്യ ആരാധനയും അസത്യ ആരാധനയും. അപ്പോൾ ഈ 2 ആരാധനകളെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ കാതലായിട്ടുള്ള വിഷയം. അവിടെ 12-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 4 വരെ നാം വായിക്കുമ്പോൾ അവിടെ ആരാണ് ഈ അസത്യ ആരാധന അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് മഹാസർപ്പമാണ്. ആരാണ് ഈ മഹാസർപ്പം എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞതായ ഒരു ദൂതനാണ് ലൂസിഫർ, അല്ലെങ്കിൽ പിശാച് എന്ന് നമ്മൾ വിളിക്കും. ഈ കെരൂബാണ് ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് വിപരീതമായിട്ടുള്ള ശക്തി. ലോകത്തിൽ ഈ ആരാധന കൊണ്ടുവരുവാൻ തക്കോണം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നവരുടെ പിന്നിൽ ഉള്ള ശക്തി എന്ന് പറയുന്നത് ഈ ലൂസിഫർ, ഈ കെരൂബാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 9 വരെ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദനം, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടമുണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയും തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിലെ 3-1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ
കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവിടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ് ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്നീ വാക്യം നാം വായിക്കുമ്പോൾ അവിടുത്തെ വെളിച്ചം നമ്മളെ കൂടുതലായി വീശുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലേക്കാണ്. അവിടെ 3-ാം അധ്യായത്തിൽ സാത്താൻ ഹവ്വയെ വഞ്ചിച്ചതായ കഥയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ മുക്ക ഭാഗങ്ങൾക്കും സദൃശ്യങ്ങൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ഉം 13-ഉം നാം വായിക്കുമ്പോൾ അവിടെ സാത്താൻ ലോകത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ തന്ത്രങ്ങൾ സ്ഥാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 12-ഉം 13-ഉം വളരെ വ്യക്തമായിട്ട് സാത്താൻ എങ്ങനെയാണ് അന്ത്യകാലത്ത് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അന്തിമ പോരാട്ടത്തെക്കുറിച്ചാണ്. ദൈവവും സാത്താനും തമ്മിലുള്ളതായ ഈ പോരാട്ടം അവസാനിക്കുന്നത് ഹർമഗദോനിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നാം പ്രത്യേകമായി ചിന്തിക്കുമ്പോൾ ദൈവം ഒരിക്കലും മാറാത്തവനാണ്. തൻ്റെ വാക്ക് മാറത്തില്ല, തൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അതുപോലെ തന്നെ പൈശാചികനെ സംബന്ധിച്ചവണ്ണം അവനും അവൻ്റെ സ്വഭാവം മാറ്റുവാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ ഇതുപോലെ അനേക തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. അവൻ മാനസാന്തരപ്പെടുവാനുള്ളതായ യാതൊരു ലക്ഷണങ്ങളും അവൻ കാണിക്കുന്നില്ല. അവൻ്റെ മുൻപുള്ളതായ അതേ പ്രവർത്തനം ഇന്നും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് സാത്താൻ ആത്മാർത്ഥമായി അലറുന്ന സിംഹം എന്ന പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദുഷ്ടത ഏറ്റവും അധികം പെരുകുകയാണ്. മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഇന്ന് ദുഷ്ടത ഏറ്റവും അധികം ഒരു മൂർധന്യമായ അവസ്ഥയായിരിക്കുന്നതായ ഒരു സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നാം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാതെ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം നല്ലവണ്ണം പഠിച്ച് നിശ്ചയമുള്ളവരായി നാം ജീവിക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പൈശാചികന്റെ കരങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ കഴിയുള്ളൂ. പ്രാർത്ഥനയുള്ളവരായി നാം ജീവിക്കണം. ഇന്നും പൈശാചൻ ഉപയോഗിക്കുന്നത് ഏദനിൽ അവൻ എങ്ങനെ പ്രവർത്തിച്ചോ അതേ രീതിയിൽ തന്നെയാണ് ഇന്നും അവൻ പ്രവർത്തിക്കുന്നത്. അവൻ പല തന്ത്രങ്ങൾ കാണിക്കുമെങ്കിലും അതിൻ്റെ എല്ലാ അടിസ്ഥാന രീതി ഏദനിൽ അവൻ പ്രയോഗിച്ചതായ ആ രീതി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ദൈവവേദനെ സംബന്ധിച്ചോളം ഈ കാര്യങ്ങളെ മനസ്സിലാക്കി അവൻ്റെ ജീവിതം ക്രമീകരിക്കുവാനുള്ള ജ്ഞാനം ദൈവം നൽകും. യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും എന്ന് ദൈവം പറയുന്നു. സംശയിക്കാതെ ചോദിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എന്ന് പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ സംശയിക്കാതെ ചോദിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമുക്ക് ഉൾക്കരുത്ത് നൽകും, ജ്ഞാനം നൽകും, ഇങ്ങനെയുള്ളതായ തന്ത്രങ്ങളെ നേരിടുവാനുള്ളതായ ശക്തി നൽകും. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്. അപ്പോസ്തലനായ പത്രോസ് ഈ വണ്ണം തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലോട്ടുകൊള്ളുവീൻ, അവൻ നിങ്ങളെ വഴി നടത്തും. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്
അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്നും ഭാവിച്ചുകൂടെ ആടി സഞ്ചരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ഉണർവുള്ളവരായിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നിർഭാഗ്യവശാൽ അനേകർ ഈ പൈശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഭൂരിഭാഗവും വീണുപോകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. നമ്മുടെ സഭയുടെ വീഴ്ചയെക്കുറിച്ചും അവിടെ സഭ വീഴുകയില്ല, പക്ഷേ അതിൽ ഉള്ളതായ അനേക വിശ്വാസികൾ, അതിലുള്ളതായ അനേകർ വീണുപോകും. കാരണം ദൈവത്തിൻ്റെ വചനം അവർ അതേപോലെ കരുതിയിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 10 കന്യകമാരെ പോലെ, അതിൽ 5 കന്യകമാർ വിളക്കോടുകൂടെ എണ്ണ എടുത്തതുപോലെ നാം ബുദ്ധിയുള്ള കന്യകമാരായിരിക്കണം. ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ ദൈവവചനം പഠിച്ച് പ്രാർത്ഥനയുള്ളവരായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ളവരായി നാം ജീവിച്ചുവെങ്കിൽ മാത്രമേ ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നാം തകർന്നു പോകാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ലോകത്തിൽ ഇന്ന് നാം നോക്കുമ്പോൾ നാം കാണുന്നത് വളരെയേറെ വിരോധമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. മുൻകാലങ്ങളിൽ നടക്കാത്ത തെറ്റായിരുന്നതായ കാര്യം ഇന്ന് അത് തെറ്റല്ല, ഇന്ന് അത് തെറ്റല്ലാത്തതായ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് കടന്നു വരാം. നമുക്ക് അറിയാം, ഇന്ന് ലോകത്തിൽ പല മതങ്ങളുമുണ്ട്, പല ആശയങ്ങൾ അവർ കൈകാര്യം ചെയ്യും. എന്നാൽ ക്രിസ്തീയ മതത്തിൽ കാണപ്പെടുന്നതായ ആശയങ്ങൾ ചരിത്ര സംഭവങ്ങളുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ പരസ്പര ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതായ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് അറിയുവാൻ കഴിയും. ക്രൈസ്തവ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ പാരമ്പര്യമായിട്ട് കൈമറിഞ്ഞു വന്നതായിട്ടുള്ള സത്യങ്ങളാണ് ഇന്ന് നമ്മുടെ കൈകളിൽ ഇരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം അത് നാം പഠിക്കുമ്പോൾ ക്രമേണ ദൈവിക ചിന്തയോടുകൂടെ എഴുതപ്പെട്ടതായ ഈ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് അറിയുവാൻ കഴിയും. ചില സമയത്ത് നമ്മൾ വിചാരിക്കും, നമ്മൾ കേട്ടതായി വചനം തന്നെ നമ്മളെല്ലായ്പ്പോഴും കേട്ട് നമ്മൾ മടുത്തു എന്ന് നമ്മൾ പറഞ്ഞു പോകും. പക്ഷേ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ നാം പഠിച്ചാൽ തീർച്ചയായും നാം മടുത്തു പോകാതെ എപ്പോഴും ദൈവത്തിൽ സന്തോഷം പ്രാപിപ്പാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ മടുത്തു പോകരുത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ മടുത്തു പോകരുത്. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമായിട്ട് നാം അതിനെ കാണണം. കാരണം ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. അത് നമുക്ക് മാറ്റം വരുത്തുവാൻ കഴിയത്തില്ല. ഇന്നത്തെ തലമുറ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തത് ആയതുകൊണ്ട് അത് നാം വീണ്ടും നമ്മുടെ ഓർമ്മയെ പുതുക്കുവാൻ തക്കവണ്ണം വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇല്ല എങ്കിൽ പൈശാചികന്റെ പരീക്ഷയിൽ നാം കുടുങ്ങി നാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആയിത്തീരുവാനിടയുണ്ട്. അതുകൊണ്ട് പൂർണ്ണ ജാഗ്രതയോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തെ അനുദിനം പരിശോധിക്കുന്നവരായി ആരായുന്നവരായി നാം ജീവിക്കണം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവചനം പഠിക്കുവാൻ അതാണ് മുഖ്യമായിട്ടുള്ള താക്കോൽ എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പഠിച്ച് നിശ്ചയമുള്ളവരായി നമുക്ക് ജീവിക്കാം. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് ഞങ്ങൾ പഠിച്ച പാഠത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നതായ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കി അങ്ങയുടെ വചനം പൂർണ്ണമായി ഗ്രഹിപ്പാനും കൂടുതലായി അങ്ങയിൽ ആശ്രയിപ്പാനും പൈശാചികനെ നേരിടുവാനും അടിയങ്ങൾക്ക് ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ക്രോശങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കണം. ഇന്ന് വചനം കേട്ട എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണം.
അങ്ങയുടെ വരൽ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ, അങ്ങ് ഒരുക്കുന്ന സ്വർഗത്തിന് യോഗ്യരായി ഫലം കായ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. സകല മാനവും മഹത്വവും പുകഴ്ചയും തിരുമിനി എടുക്കണം. യേശുമൂലം താഴ്മയായി ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.